നമ്മുടെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധി കൂടി ആയുധം ധരിച്ച് മുൻനിരയിലിറങ്ങിയതോടെ ലോക്സഭയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനശേഷി വർദ്ധിച്ചിരിക്കുകയാണ്, ഇരട്ടിയായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ്, മഹുവ മൊയ്ത്ര തുടങ്ങിയ പ്രഗത്ഭരായ ചെറുപ്പക്കാരായ പോരാളികൾ അണിനിരക്കുന്ന പ്രതിപക്ഷ നിരയെ നേരിടുന്നതിന് BJPക്ക് അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് കൂടുതൽ വിയർപ്പ് ഒഴുക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നലത്തെ കന്നി പ്രസംഗം, ലോകസഭയിലെ പ്രസംഗം അതാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണ് പ്രിയങ്ക ഗാന്ധി തൻ്റെ കന്നി പ്രസംഗത്തിന്, സഭയിലെ ആദ്യത്തെ പ്രസംഗത്തിന് തിരഞ്ഞെടുത്തത്. അതായത് നമ്മുടെ ഭരണഘടന 75 വർഷത്തെ യാത്ര പൂർത്തിയാക്കുന്ന സമയം. നീല നിറത്തിലുള്ളൊരു സിൽക്ക് സാരി അണിഞ്ഞാണ് ഇന്നലെ പ്രിയങ്ക ഗാന്ധി സഭയിലെത്തിയത്. ഒരു ഓവർകോട്ട് ധരിച്ചിരുന്നു. പ്രതിപക്ഷത്തെ 4ാം നിരയിലാണ് അവരുടെ ഇരിപ്പിടം. വളരെ നേരത്തെ വന്നു. ഈ ചർച്ച ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്ര എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങി വെച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രിയങ്ക ഗാന്ധി വളരെ ശ്രദ്ധാപൂർവം കേട്ടു. ഭരണപക്ഷത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ആ പ്രസംഗം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ കുറിപ്പുകൾ എടുത്തുകൊണ്ടാണ് പിന്നീട് പ്രിയങ്ക ഗാന്ധി അവരുടെ പ്രസംഗത്തിന് എഴുന്നേറ്റത്. രാജ്യവും ലോക്സഭയും വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നൊരു പ്രസംഗമായിരുന്നു, അല്ലെങ്കിൽ കാത്തിരുന്ന പ്രസംഗമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടേത്. ഇതാ രാജ്യത്തിന് ഒരു കരുത്തുറ്റ നേതാവിനെ കൂടെ, നായികയെ കൂടെ ലഭിച്ചിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഇന്നലത്തെ ഡിസംബർ പകൽ. ഒരു നേതാവ്, പുതിയ നേതാവ് പറന്നിരിക്കുന്നു. പ്രചാരണ രംഗത്തെ തീപ്പൊരി പ്രസംഗകയല്ല നമ്മൾ ഇന്നലെ ലോക്സഭയിൽ കണ്ടത്. പലപ്പോഴും പൊതുവേദികളിൽ സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും അതുപോലെ നിയമനിർമ്മാണ സഭകളിൽ സംസാരിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. മറ്റത് മൈതാന പ്രസംഗമാണ്, ആൾക്കൂട്ടത്തിന് വേണ്ടിയുള്ളതാണ്. ലോക്സഭയിലോ രാജ്യസഭയിലോ നിയമസഭകളിലോ സംസാരിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം മറ്റൊന്നാണ്. രാജ്യതന്ത്രജ്ഞരായ ആളുകൾ അങ്ങനെയാണ് നിയമനിർമ്മാണ വേദികളിലെ പ്രസംഗത്തെ അല്ലെങ്കിൽ പ്രഭാഷണത്തെ കാണുന്നത്. നെഹ്റു, ഇന്ദിരാഗാന്ധി, അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ അത് മനസ്സിലാകും. ആ ഒരു പാരമ്പര്യത്തിൻ്റെ, വളരെ കുലീനമായ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരിയായിരിക്കും താനെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം. പക്വതയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത. എന്നാൽ വളരെ വ്യക്തമായിരുന്നു. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ സഭയിൽ അവതരിപ്പിച്ചു. പക്ഷേ ശബ്ദമുയർത്തി പ്രസംഗിക്കുന്ന ഒരു രീതിയിലേക്ക്, പറഞ്ഞല്ലോ, തീപ്പൊരി സ്വഭാവത്തിലുള്ള ഒരു പ്രസംഗത്തിലേക്ക് അവർ കടന്നുപോയില്ല. ബുദ്ധിപൂർവമായ ഒരു സമീപനമാണ് അവരിൽ നിന്ന് ഉണ്ടായത്. ഭരണപക്ഷത്തു നിന്ന് ധാരാളം ഇടപെടലുകൾ, തടസ്സപ്പെടുത്തലുകൾ ഉണ്ടായി. അത് വളരെ സ്വാഭാവികമാണ്. പ്രിയങ്കയുടെ ആദ്യത്തെ പ്രസംഗം അത്ര മനോഹരമാകണമെന്ന് ഒരിക്കലും ഭരണപക്ഷം വിചാരിക്കില്ല, ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തടസ്സപ്പെടുത്തലുകൾ ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ നിസ്സങ്കോചം, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും സഭാകമ്പം കൂടാതെ നേരിടുന്നതിന് പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. ഒരു വേള ഭരണപക്ഷത്തെ നോക്കിയിട്ട് നിങ്ങൾ ഇത്ര ചിരിക്കാൻ എവിടെ എന്ത് സംഭവിച്ചു എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത് കേട്ടു. പ്രിയങ്ക പ്രസംഗിക്കുമ്പോൾ അവരെ തടസ്സപ്പെടുത്താൻ, അല്ലെങ്കിൽ അവിടെ ബഹളമുണ്ടാക്കാൻ BJP നിയോഗിച്ചത് വനിതകളായ അവരുടെ MP-മാരെ തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ, വകവെക്കാതെ, വളരെ പരിചയസമ്പന്നയായ ഒരാളെ പോലെ അവരുടെ ആദ്യ പ്രസംഗം, കന്നിപ്രസംഗം പൂർത്തിയാക്കുന്നതിന് പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. നിയന്ത്രിച്ച് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് ഇന്നലെ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പുറത്തെടുത്തത്. എന്നാൽ വിമർശനവും പരിഹാസവും നറമ്പവും ഒക്കെ വേണ്ടിടത്ത് കൃത്യമായിട്ട് അത് ചേർക്കുകയും ചെയ്തു. ചരിത്രവും അനുഭവങ്ങളും അവരുടെ പ്രസംഗത്തിന് മാറ്റുകൂട്ടി. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചും ഇടയ്ക്കിടയ്ക്ക് ഗൗരവം പൂണ്ടുമൊക്കെ അവരുടെ പ്രസംഗത്തിന് സവിശേഷ ഭംഗി പകരുന്നതിന് പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. ഇടയ്ക്കിടെ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമൊക്കെ എതിരെ ചില കുത്തും കൊളുത്തുമൊക്കെ
ചേരുംപിടി ചേർക്കാനും ഇവർ മറന്നില്ല. അതേസമയം ആക്രമണോത്സുകത, ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട ആ ഒരു ആക്രമണ സ്വഭാവം അവരുടെ പ്രസംഗത്തിൽ ഒട്ടും കുറവായിരുന്നില്ല. ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതായത് കർഷകരുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, മണിപ്പൂർ, സംബാലിൽ സംഭവിക്കുന്നത്, ജാതി സെൻസസ്, കർഷകരുടെ പ്രശ്നങ്ങൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, ഭരണഘടന ഇല്ലാതാക്കുന്നതിന് BJP കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ പ്രസംഗങ്ങൾ വളരെ വ്യക്തമായി തന്നെ അവർ ഉൾക്കൊള്ളിച്ചിരുന്നു. ലക്ഷ്യവേദിയായിരുന്നു അവരുടെ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJPയെയും ഭരണകൂടത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ സംസാരിച്ചത്. നല്ല ഒഴുക്കുള്ള ഹിന്ദിയിൽ അവർക്ക് നല്ല പ്രാവീണ്യമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു അവരുടെ പ്രസംഗം. രാജ്യത്തിൻ്റെയും സഭയുടെയും സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നതിന് പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു. അവർ രാജ്യത്തിൻ്റെ ഹൃദയം കവരുകയും ചെയ്തു. വാസ്തവത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെയാണ് ഭരണഘടനയോടുള്ള സമീപനത്തിൽ BJPക്കും നരേന്ദ്രമോദിക്കും ഉണ്ടായിരുന്ന സമീപനത്തിൽ അല്ലെങ്കിൽ ഫോക്കസിൽ കാര്യമായ മാറ്റം വരുന്നത്. ഭരണഘടന അടിമുടി പൊളിച്ചെഴുതണമെന്ന ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യമാണ് BJPക്കും മോദിക്കും സംഘപരിവാറിനും RSSനും ഉണ്ടായിരുന്നത്. അത് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഭരണഘടനയുടെ സംരക്ഷണം ഒരു പ്രധാന വിഷയമായിട്ട് ഏറ്റെടുത്തു. ഭരണഘടന തകർക്കാനുള്ള ഏതു നീക്കത്തെയും ചെറുക്കുമെന്നും എന്തു വില കൊടുത്തും അതിനെ സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ളൊരു പ്രചാരണ രീതിയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് അതിന് അനുകൂലമായിരുന്നു. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തില്ല. 2 ഘടകകക്ഷികളുടെ സഹായത്തോടെ അവരുടെ പിന്തുണയുടെ പിൻബലത്തിലാണ് ഇപ്പോൾ അവർ ഭരിക്കുന്നത്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഭരണഘടനയെ മാറ്റിയെഴുതുക, പൊളിച്ചെഴുതുക എന്ന അജണ്ടയോട് ഇന്ത്യയിലെ ജനങ്ങൾ യോജിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അതേ തുടർന്നാണ് BJP ഭരണഘടനയോടുള്ള ഒരു പുതിയ ഭക്തിയും പ്രണയവും ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിലെത്തുന്നു, അവിടെ ഭരണഘടന തൊട്ട് വണങ്ങുന്നു. അങ്ങനെ ഭരണഘടനയോട് ഒരു പുതിയ വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ മോദിയുടെ തുടക്കം. അതിന് കാരണമായതാവട്ടെ പ്രചാരണ രംഗത്ത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും എടുത്ത ഭരണഘടനയെ സംരക്ഷിക്കും എന്ന മാറ്റമില്ലാത്ത നിലപാട്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ സംസാരിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രക്ഷാ കവചം എന്നാണ് അവർ നമ്മുടെ ഭരണഘടനയെ വിശേഷിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, സാമൂഹിക നീതി, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് ഭരണഘടന വേണം. ആ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഒരു സുരക്ഷാ കവചമായിട്ട് പ്രവർത്തിക്കുന്നത്. അതേസമയം അതിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ ദുർബലമാക്കാനുള്ള പരിശ്രമങ്ങളാണ് കഴിഞ്ഞ 2 ടേമുകളിൽ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ഭരണഘടന, അതായത് സംവിധാൻ, BJPയുടെയും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും വിധാനമല്ല, അവരുടെ ഭരണഘടനയല്ല. അത് ഗവൺമെൻറ് ഓർക്കണമെന്ന് വളരെ കൃത്യമായ ഭാഷയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വെച്ചു. ഇതുവരെയുള്ള അവരുടെ ഓരോ നീക്കവും ഈ ഭരണഘടനയെ, രാജ്യത്തിൻ്റെ രക്ഷാകവചമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമുള്ള ശ്രമങ്ങളായിരുന്നു. ഭരണപക്ഷം ഇപ്പോഴും അടിയന്തരാവസ്ഥയെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പ്രിയങ്ക ഗാന്ധി കണക്കിന് പരിഹസിച്ചു. നിങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ നിങ്ങൾ തിരുത്തണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ട് ഇന്നലകളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു? അവർ ചോദിച്ചു. നെഹ്റു സ്മരണ ഇല്ലാതാക്കാനുള്ള BJPയുടെ വളരെ ആസൂത്രിതമായ സുസംഘടിതമായ ശ്രമത്തെയും പ്രിയങ്ക ഗാന്ധി പരിഹസിച്ചു. നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, പ്രസംഗങ്ങളിൽ നിന്ന് നെഹ്റുവിനെ മാറ്റി നിർത്താൻ
അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ ഒഴിവാക്കി നിർത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്ക്, രാഷ്ട്ര നിർമ്മാണത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക്, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, അത് വിസ്മൃതമാക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കുകയില്ല എന്ന് പ്രിയങ്ക ഗാന്ധി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ എത്ര കാലം നെഹ്റുവിനെ പഴി പറഞ്ഞുകൊണ്ട് ജീവിക്കും എന്നായിരുന്നു അവരുടെ ചോദ്യം. ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, ഇത് അദാനിക്ക് വേണ്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സമ്പന്നനായ ആളിന് വേണ്ടിയാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഗൗതം അദാനിക്ക് ഈ സർക്കാർ നൽകുന്ന പിന്തുണയെക്കുറിച്ചുള്ള അതിശക്തമായ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി അവരുടെ പ്രസംഗത്തിൽ നടത്തിയത്. 3 തവണ അവർ അദാനി എന്ന പേര് സഭയിൽ ഉച്ചരിച്ചു. ആ 3 തവണ പറഞ്ഞതും സഭാരേഖകളിൽ നിന്ന് സ്പീക്കർ മാറ്റുകയും ചെയ്തു. അതാണ് നമ്മുടെ സർക്കാരിന് അദാനിയോടുള്ള വിധേയത്വം. അദ്ദേഹത്തിൻ്റെ പേര് പോലും വിമർശന രൂപത്തിൽ സഭയിൽ ഉന്നയിക്കുന്നതിന് അവർ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദാനിക്കെതിരായിട്ട് അമേരിക്കയിൽ നടക്കുന്ന കേസിനെക്കുറിച്ച്, അവർ നടത്തിയ അഴിമതിയെക്കുറിച്ച്, തട്ടിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് സഭയിൽ കോൺഗ്രസും പ്രതിപക്ഷവും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഈ ഗവൺമെൻറ് അതിന് തയ്യാറാവുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഇന്നലെ സംസാരിച്ചപ്പോൾ 3 തവണ ആ പേര് ഉച്ചരിച്ചതേ ഉള്ളൂ. ആ 3 തവണയും അദാനിയുടെ പേര് രേഖകളിൽ നിന്ന്, സഭാരേഖകളിൽ നിന്ന് മാറ്റുകയാണ് സ്പീക്കർ ചെയ്തത്. താൻ സഭയിൽ വന്നിട്ട് 15 ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് പ്രിയങ്ക ഗാന്ധി അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞു. പക്ഷേ ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സഭയുടെ മുമ്പിൽ വന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 15 മിനിറ്റ് പോലും സഭയിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് അവർ പറഞ്ഞു. അവരൊരു കഥ പറഞ്ഞു. പണ്ടൊക്കെ രാജഭരണകാലത്ത് പ്രജകൾ തന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നറിയാൻ വേഷം മാറി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. നമുക്കിന്നൊരു രാജാവുണ്ട്. ആ രാജാവ് പല വേഷങ്ങളും കിട്ടും. പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് ധൈര്യപ്പെടുന്നില്ല. വിമർശനം കേൾക്കുന്നത് ഭയമാണ്. പ്രതിപക്ഷത്തിന് സർക്കാരുകളെ വിമർശിക്കാൻ അവകാശമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ പോയിരിക്കുന്നു. ഇപ്പോൾ സർക്കാരിനെ വിമർശിച്ചാൽ, എതിർപ്പ് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ED ആണ്, അല്ലെങ്കിൽ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെയാണ്. അവരെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ പോലും തുറുങ്കിലടയ്ക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാരെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പണം ഉപയോഗിച്ച് കാലുമാറ്റം നടത്തി സർക്കാരുകൾ ഉണ്ടാക്കുകയും സർക്കാരുകൾ വീഴ്ത്തുകയുമാണ് ഇപ്പോഴത്തെ BJP ഭരണകൂടം, BJP സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ രാഷ്ട്രീയമെന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. കളങ്കിതരായ ഏതെങ്കിലും നേതാക്കൾ, അഴിമതി കേസുകളിൽ പെട്ടവരുണ്ടെങ്കിൽ അവർ ഈ BJPയിൽ ചേർന്നാൽ പിന്നെ അവരെ കളങ്കരഹിതരാകും. അവരുടെ കേസുകൾ എഴുതിത്തള്ളും, അവരെ കുറ്റവിമുക്തരാക്കും. അത്തരത്തിലുള്ള വാഷിംഗ് മെഷീൻ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അഴിമതിക്കാരെ അലക്കി വിളിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് BJP നടത്തുന്നത്. എന്നിട്ടിപ്പോൾ ഭരണഘടനയെപ്പറ്റി മേനി പറയുകയാണ്. രാജ്യത്തിന് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു നേതാവിൻ്റെ പിറവിയാണ് ഇന്നലെ ലോക്സഭയിൽ നമ്മൾ കണ്ടത്. മികച്ച രാജ്യതന്ത്രജ്ഞതയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ നിഴലാട്ടം അവരുടെ പ്രസംഗത്തിൽ കാണാമായിരുന്നു. വരാനിരിക്കുന്ന ഒരു വൻ ഇന്നിങ്സിൻ്റെ തുടക്കമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. പ്രിയങ്ക ഗാന്ധി കൂടി ഉൾപ്പെടുന്ന പ്രതിപക്ഷ നേതൃനിരയെ നേരിടാൻ ഭരണപക്ഷം ഇനി കൂടുതൽ ഓവർ ടൈം ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനി എങ്ങനെയായിരിക്കും BJP പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രിയങ്ക ഗാന്ധിയെ നേരിടാൻ ഏതു തരത്തിലുള്ള വ്യക്തിഹത്യയായിരിക്കും അവർ ആസൂത്രണം ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിലൊന്നും കുലുങ്ങുന്ന, ഭയപ്പെടുന്ന ഒരാളല്ല താനെന്ന് ഇന്നലെ പ്രിയങ്ക ഗാന്ധി തെളിയിച്ചിരിക്കുകയാണ്. എൻ്റെ കന്നിപ്രസംഗത്തെക്കാൾ മികച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഹോദരിയുടെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചത്. അവരെ പ്രസംഗത്തിന് തയ്യാറെടുത്ത് 4ാം നിരയിൽ ഇരിക്കുമ്പോൾ സഭയിലേക്ക് കടന്നു വന്ന രാഹുൽ ഗാന്ധി പ്രോത്സാഹനജനകമായി അവരുടെ തോളിൽ തട്ടുന്നത് കാണാമായിരുന്നു. പിന്നീട് പ്രസംഗം കഴിഞ്ഞപ്പോൾ അവരുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ടാണ് സഹോദരൻ
സഹോദരിയുടെ പ്രസംഗത്തെ പ്രശംസിച്ചത്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയായി, നേതാവായി പ്രിയങ്ക ഗാന്ധി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത് എന്ന് കൃത്യമായിട്ട് പറയാം.